ബ്ലാക്ക് ആൻഡ് വൈറ്റിലും കളറിലും മലയാളി ഒരുപോലെ സ്വപ്നം കണ്ട അഴകിൻ്റെ താരറാണി ജയഭാരതിക്ക് ഇന്ന് സപ്തതി. യൗവനം വന്ന് നാൾതോറും ചെറുതായ ആ ചെറുപ്പത്തിന് 70 വയസ്സ്. മലയാള സിനിമയുടെ ഒരു കാലത്ത് തൻ്റെ പേര് ചേർത്ത് ജയഭേരി മുഴക്കിയ താരമാണ് ജയഭാരതി. കാലം മുടിയിഴകളിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കല വരച്ചിട്ടുവെങ്കിലും മലയാളിയുടെ സൗന്ദര്യ സങ്കല്പത്തിൽ ജയഭാരതി ഇന്നും നിറസുന്ദരിയാണ്. കൊല്ലം ദേവള്ളി ഓലയിൽ തൂമ്പ് വടക്കേൽ PG ശിവശങ്കരപ്പിള്ളയുടെയും ശാരദയുടെയും മകളായി 1954 ജൂൺ 28 ജനിച്ച ജയഭാരതി മാതാപിതാക്കൾ വേർപിരിഞ്ഞതോടെ തമിഴ്നാട്ടിലെത്തി. നൃത്തത്തിൻ്റെ മികവിൽ സിനിമയിലെത്തി. ശശികുമാറിൻ്റെ സിനിമയായ പെൺമക്കളിൽ അഭിനയിക്കുമ്പോൾ പ്രായം 13 വയസ്സും 8 മാസവും മാത്രം. ലക്ഷ്മി ഭാരതി എന്ന പേരിൽ നിന്ന് ജയഭാരതി എന്ന് പേരുമാറ്റം. ഷീലയും ശാരദയും ഒക്കെയുള്ള ആദ്യ സിനിമയിൽ കുടുംബത്തിലെ 7 മക്കളിൽ 6ാമത്തെയാളുടെ വേഷം. അന്ന് എല്ലാ പല്ലും മുളച്ചിരുന്നില്ലെന്ന് പോലും ഒരു തമാശയുണ്ടായിരുന്നു. ഇത്ര കൊച്ചുകുട്ടിയെ ഇപ്പോഴേ സിനിമയിൽ എടുക്കണോ എന്ന് സംശയം പ്രകടിപ്പിച്ച പ്രേം നസീറിനൊപ്പം പിന്നീട് ജയഭാരതി എത്രയെത്ര സിനിമകളെ മലയാളിയുടെ പ്രണയ മിഴിമുനകളിൽ കോർത്തിട്ടു. P. ഭാസ്കരൻ്റെ കാട്ടുകുരങ്ങ് ജയഭാരതിയെ താരമാക്കി. ശാരദയും ഷീലയും കയറിയിരുന്ന നായികാ സിംഹാസനത്തിലേക്ക് ഏത് വേഷത്തിനും അനുരൂപയായി നായികയായി ജയഭാരതി കയറിയിരുന്നു. 19ാം വയസ്സിൽ ജയഭാരതി സിനിമയിലെ സെഞ്ചുറി പൂർത്തിയാക്കി. 5 വർഷം കൊണ്ട് 100 സിനിമ. സിനിമയുടെ തിരക്കിൽ പാഞ്ഞുപോയ 15-25 പ്രായം ചെന്നൈയിലെ വീട്ടിലിരുന്ന് മനസ്സിൽ റീവൈൻഡ് ചെയ്ത് കാണുകയാണിപ്പോൾ ജയഭാരതി. അന്നൊക്കെ നായികമാർ സെറ്റിൽ സ്വന്തം കസേരയുമായാണ് വന്നിരുന്നത്. ജയഭാരതിക്ക് കസേരയില്ലായിരുന്നു. 100ാം സിനിമയുടെ സെറ്റിൽ ഒപ്പം ജോലി ചെയ്തവർ ഒരു കസേര വാങ്ങി നൽകിയാണ് ആഘോഷിച്ചത്. സംവിധായകൻ പത്മരാജൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ ചിരിക്കുമ്പോഴും കരയുമ്പോഴും വായുപൊത്താത്ത നടിയാണ് ജയഭാരതി. സ്ക്രീനിൽ നിന്നൊരുകാനും കത്തിജ്വലിക്കുവാനും ജയഭാരതിക്ക് വേണ്ടത് ക്ഷണനേരം. ആദ്യ സിനിമയിൽ അഭിനയിച്ച കാലത്ത് മാസികയിൽ വന്ന കവർ ചിത്രം നോക്കി ജയഭാരതി പറഞ്ഞു, 13 വയസ്സിൻ്റെ വലിപ്പമല്ല, ഞാൻ അല്പം വലിയ പെണ്ണായിരുന്നു എന്ന്. അന്ന് നോക്കൂ, ആദ്യമൊന്നും മലയാളം വഴങ്ങിയിരുന്നില്ല. ഭാസ്കരൻ മാഷും സേതുമാധവൻ സാറുമൊക്കെ ക്ഷമയോടെ എന്നെ മലയാളം പഠിപ്പിച്ചു. എല്ലാ സിനിമകളിലും ഞാൻ തന്നെയാണ് ഡബ് ചെയ്തത്. മലയാളത്തോടും മലയാളികളോടും എത്ര പറഞ്ഞാലും തീരാത്ത നന്ദിയുണ്ട്. ഞാൻ സിനിമയിൽ നിന്ന് മാറി നിന്നിട്ടും മലയാളികൾക്ക് എന്നോട് സ്നേഹമാണ്, ജയഭാരതി ഒരു വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ഇടയ്ക്ക് TV-യിൽ മിന്നിമറയുന്ന പഴയ പാട്ടുകളിലേക്ക് കണ്ണെറിയുമ്പോൾ ജയഭാരതിക്ക് ഏറെ ഇഷ്ടമുള്ള ഗാനങ്ങൾ പലതുണ്ട്. ഗുരുവായൂർ കേശവനിലെ ഇന്നെനിക്ക് പൊട്ടുകുത്താൻ, തച്ചോളി മരുമകൻ ചന്തുവിലെ വടക്കിനി തളത്തിലെ വളർത്തുതത്ത, മനസ്സും പുരികവും തുടിച്ചു തുള്ളി ജയഭാരതി അഭിനയിച്ച് ലയിച്ച ഗാനങ്ങൾ. മകൻ സ്കൂൾ വിട്ട് വരുമ്പോൾ വീട്ടിലുണ്ടാകണം എന്നായിരുന്നു ജയഭാരതി എന്ന അമ്മയുടെ ആഗ്രഹം. സത്താറുമായുള്ള വിവാഹം 1979 ജയഭാരതിയുടെ ഏറ്റവും തിരക്കുള്ള സമയം. എന്നിട്ടും ഏക മകൻ ക്രിഷ് സത്താർ, അതായത് ഉണ്ണി, സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ ജയഭാരതി സ്വയം സിനിമ കുറച്ചു. എഞ്ചിനീയറിംഗിൽ മികച്ച നിലയിൽ പാസ്സായ ഉണ്ണി UK-യിൽ ഭാര്യ ത്രിപുരസുന്ദരി സോനാലിക്കും മകൾ അംബികയ്ക്കുമൊപ്പാണ് താമസം. 2002 ഇറങ്ങിയ മോഹൻലാൽ ചിത്രം ഒന്നാമനിലാണ് ജയഭാരതി ഒടുവിൽ അഭിനയിച്ചത്. ഇനി ഒരു സിനിമയിലും അഭിനയിക്കില്ലെന്ന് ജയഭാരതി പറയുന്നില്ല. കാരണം സിനിമയോട് നോ പറയാൻ ജയഭാരതിക്കാവില്ല, അത്ര തന്നെ. ജയഭാരതിയെ കാണാതിരിക്കാൻ മലയാളിക്കും.